നമ്മൾ ചെറിയൊരു കഥയിലൂടെ എന്താക്കാം ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. കോഴിക്കോടാണ് ഈ ഒരു കഥ നടക്കുന്നത്. കോഴിക്കോടിലൊരു ഫ്ലാറ്റിൽ വിനോദ് എന്ന് പറഞ്ഞൊരാൾ താമസിക്കുന്നുണ്ട്. ഈ വിനോദിന് ഏകദേശം 28-29 വയസ്സുണ്ടാവും. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. 28-29 വയസ്സുള്ള ആളാണ്. അപ്പോൾ ആളൊരു ഡെയിലി റൂട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുന്നു. ആൾക്കൊരു ഓഫീസ് ജോബാണ്. ആ ഓഫീസിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യുന്നു. ഓഫീസിൽ പോകുന്നു. ഓഫീസിലാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് നേരെ എന്താക്കുന്നു വീട്ടിലേക്ക് വരുന്നു. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എന്താക്കുന്നു എല്ലാം ചെയ്ത് തീർക്കുന്നു. എന്നിട്ട് വീട്ടിൽ നിന്ന് പിറ്റേന്ന് ഓഫീസിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് ആൾ കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് എണീച്ച് സെയിം റൂട്ടീൻ. ഇതിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ആളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും ബിസി ആയിക്കൊണ്ട് എപ്പോഴും നാളെന്ത് ചെയ്യണം, വർക്ക് പ്രഷർ, മറ്റേ പ്രഷർ, ഈ പ്രഷർ, നാളെന്ത് ചെയ്യണം, മറ്റന്നാളെന്ത് ചെയ്യണം, ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇങ്ങനെ എപ്പോഴും ഓരോന്ന് ആലോചിച്ച് മൈൻഡ് എപ്പോഴും സ്ട്രെസ്ഡ് ആക്കി നിൽക്കുന്ന ഒരാളാണ് ഈ വിനോദ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണല്ലേ. നമ്മളെ പല ആൾക്കാരും ആ ഒരു രീതിയിലൂടെ കടന്നു പോയ ആൾക്കാരായിരിക്കും. അപ്പോൾ വിനോദിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാണ് ഗോകുൽ. ഈ ഗോകുൽ എന്ന് പറഞ്ഞാൽ വെച്ചാൽ വിനോദിന് ഏകദേശം അതേ ഏജ് തന്നെയാണ്, 28-29 വയസ്സിനാണ്. പക്ഷെ വിനോദ് എപ്പോഴും ശ്രദ്ധിക്കും, വിനോദിന് സെയിം ഏജാണ്, ഏകദേശം ഒരേ ജോലി കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ വിനോദിനെ പോലല്ല, ആളെപ്പോഴും എന്താണ് ചില്ലാണ്, ആളെപ്പോഴും കൂളാണ്. നമുക്ക് ചില ആൾക്കാർ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, ആളെപ്പോഴും പ്ലസൻ്റ് ആയിരിക്കും, മുഖത്തേക്ക് നോക്കിയാൽ ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? അപ്പോൾ വിനോദ് എപ്പോഴും വിചാരിക്കും എന്തുകൊണ്ടായിരിക്കും ഗൂഗിൾ ഇത്ര സന്തോഷം, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇന്നെപ്പോലെ ഒരു പ്രഷറോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്ര കൂളായിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം സൺഡേ വിനോദ് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഗൂഗിളിനെ കാണുകയാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഇത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത് അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഗൂഗിൾ വിനോദിനോട് പറഞ്ഞ്, താൻ ഫ്രീ ആണോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഫ്രീ ആണ്, നമുക്ക് നടക്കാൻ പോയാലോ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗൂഗിളും വിനോദും കൂടി ഇങ്ങനെ നടക്കുക. നടന്ന് പോയിട്ട് ഒരു പാലത്തിൻ്റെ മുകളിലെത്തി. അങ്ങനെ പാലത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ ഗൂഗിൾ ഒരു വലിയൊരു കല്ലെടുത്തു. എന്നിട്ട് ആ പാലത്തിൻ്റെ താഴത്തുള്ള വെള്ളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് വിനോദിനോട് പറഞ്ഞു, വിനോദ് ഒന്ന് അതിലേക്ക് നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞു. എന്താ കാണുന്നതെന്ന് ചോദിച്ചു. വിനോദ് ഇങ്ങനെ നോക്കി പറഞ്ഞു, ഒന്നും കാണുന്നില്ല, കലയും കിടക്കാണ്. അറിയാലോ, വെള്ളത്തിലേക്ക് കല്ലിട്ടാൽ ആ വേവ്സ് ഇങ്ങനെ നമുക്കൊന്നും കാണില്ലല്ലോ, കലയും കിടക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗൂഗിൾ പറഞ്ഞ് ഒരു 5-8 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 5-8 മിനിറ്റ് എന്തെങ്കിലും കഥകൾ ഇങ്ങനെ പറഞ്ഞു തന്നു. ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗൂഗിൾ വിനോദിനോട് പിന്നെയും പറഞ്ഞു, ഒന്നും കൂടി നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയ സമയത്ത് എന്താ കാണുന്നതെന്ന് വെച്ച് പറഞ്ഞു, നമ്മൾ രണ്ടാൾക്കാരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൂഗിൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതേപോലെയാണ് നമ്മുടെ മനസ്സ്. ജസ്റ്റ് ആ പുഴേനോട് നമ്മളെ മൈൻഡിനൊന്നും ഉണ്ടാക്കുക, ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയെന്ന് വെച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം, ഇതുപോലെ നമ്മൾ ജനിച്ച് വളർന്ന സമയത്ത് നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡിന്, ഇതിലേക്ക് കല്ല് വീണതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്ന് വീട്ടുന്നുണ്ട് ഓരോ ദിവസം. ഇത് വരുന്നതിനെ കൊണ്ടാണ് നമ്മൾ എന്തായി പോകുന്നത്, ഇതിങ്ങനെ വേവ്സ് കാരണം ഡിസ്ട്രാക്ട് ആകുന്ന പോലെ തന്നെ നമ്മുടെ മൈൻഡും ഡിസ്ട്രാക്ട് ആയി പോകുന്നത്. ഈ ഡിസ്ട്രാക്ഷൻ, ഈ വേവ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് നല്ല ഫ്രീ ആവും, നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചപ്പം ഗൂഗിൾ വിനോദോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു ദിവസം ആയിരക്കണക്കിന് 10,000-കണക്കിന് ചിന്തകളാണ് നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയും തോട്ട്സ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു മൈൻഡ് എന്തായാലും സ്ട്രെസ്ഡ് ആയിരിക്കും. ഈ മൈൻഡിനെ കാമാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിനെ കാമാക്കുന്ന ഒരു പ്രാക്ടീസാണ് ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ മെഡിറ്റേഷൻ, ഒരുപാട് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ നമുക്കിവിടെ ഉണ്ട്. അതായത് മന്ത്ര മെഡിറ്റേഷൻ, ബ്രെത്ത് മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻ, അങ്ങനെ ഇഷ്ടം പോലെ പ്ലെൻറ്റി ഓഫ് ടൈപ്പ് എന്തുണ്ട് മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാനിവിടെ എന്താ സംസാരിക്കുന്നത് വെച്ചാൽ, കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഏതാണോ അതിൻ്റെ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളൊരു സ്ഥലം എന്താക്കുക നമ്മൾ ഫിക്സ് ചെയ്യുക. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പ് അതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആ ഒരു കംഫർട്ടബിൾ പ്ലേസിൽ പോയി ഇരുന്നിട്ട് ജസ്റ്റ് എന്തൊക്കെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളെ കണ്ണുകൾ അടയ്ക്കും. കണ്ണുകൾ അടച്ചതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ എന്താക്കുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ഔട്ട് ചെയ്യുക, 2-3 വട്ടം ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുക. ഫോർ എക്സാമ്പിൾ മന്ത്ര മെഡിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലീജിയനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മന്ത്രാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ചെറിയ വേർഡിൽ ഒതുങ്ങുന്ന ഓം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ വേർഡിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള മന്ത്രാസ് എന്തെങ്കിലും എന്താക്കുക നിങ്ങൾ മനസ്സിലോ അല്ലെങ്കിൽ ചെറിയ സ്വരത്തിൽ ഓം ഓം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്വരത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരു മന്ത്രം എന്താക്കുക നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ബ്രീത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ ബ്രീത്തിലേക്ക് മാത്രം എന്താക്കുക നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനി നിങ്ങൾ ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഒരുപാട് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട്. അതായത് അവരിങ്ങനെ പറയും, നമ്മളത് കേട്ടിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ എന്താക്കണം, മൈൻഡ് ഇങ്ങനെ കൊണ്ടുപോകാം. ഞാൻ ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് യൂട്യൂബിൽ ഒരുപാടുണ്ട്. അതിലേതെങ്കിലും കേട്ടിട്ട് എന്താക്കിയാൽ മതി, നിങ്ങൾ അതിങ്ങനെ
ചെവിയിൽ ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കേട്ടിട്ട് അതിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മതി. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്താക്കുക ചെയ്യുക. ഇത്ര ഉള്ളൂ മെഡിറ്റേഷൻ്റെ പ്രൊസീജിയർ എന്നത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് നിങ്ങൾ എന്താക്കുക ഫൈൻഡ് ഔട്ട് ചെയ്യുക. അവിടെ നിങ്ങൾ ഇരുന്നിട്ട് എന്താക്കുക കണ്ണടച്ചിട്ട് ഇരിക്കുക. എന്ത് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താക്കുക അതുകൊണ്ട് ചെയ്യുക. ഇത്ര നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഇനി പല ആൾക്കാർക്കും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരുപാട് സംശയങ്ങളാണ്. ഇത് പല ആൾക്കാരും എൻ്റെ കയ്യിൽ എന്താ സാധനം തോന്നുന്നത്, അത് ചെറിയൊരു ആമാണ്. ഈ ഷെല്ലിനെ കൂടെ ഉണ്ടാക്കിയ കുറേ ഷെല്ലുകൾ വെച്ചുണ്ടാക്കിയ ആമ. ഞാൻ ഈ അടുത്ത് നാണ്ടല് അവിടെ പോയപ്പോൾ കർണാടക പോയപ്പോൾ വാങ്ങിയത്. ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പിടിച്ചേട്ടോ. ഓക്കെ, അപ്പം ഇനി പല ആൾക്കാർക്കും വരുന്നൊരു സാധനമാണെന്ത്, എങ്ങനെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ. ഓക്കെ, അതിൽ ആദ്യം വരുന്ന സംശയമാണ് നമ്മൾ എത്ര സമയം ഒരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്യണം എന്നുള്ളത്. 5 മിനിറ്റ് ചെയ്യണോ, 1 മണിക്കൂർ ചെയ്യണോ, 15 മിനിറ്റ് ആണോ, 2 മണിക്കൂർ ചെയ്യണം, അങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. 2 മണിക്കൂർ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യും, 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും, അങ്ങനെയൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലേ. ഇത് ഐഡിയലി നമ്മളൊരു 8 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ എന്താക്കണം മെഡിറ്റേഷനോട് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ മിനിമം ചെയ്യാം. എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. കാരണം അത്രയും നേരം നമ്മളെ മൈൻഡ് കാമായി നിൽക്കുക. ഓക്കെ, മിനിമം ഒരു 8 മിനിറ്റ് നിങ്ങൾ ചെയ്യാൻ നോക്കുക. നിങ്ങളൊരു ബിസി ലൈഫുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ മാക്സിമം നിങ്ങൾ എന്താക്കിയാൽ മതി, ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ ചില ആൾക്കാർ ചോദിക്കും നമുക്ക് ഈ മെഡിറ്റേഷൻ്റെ റിസൾട്ട് കിട്ടാൻ എത്ര സമയം നോക്കും, നമ്മൾ എത്ര ദിവസം അത് പ്രാക്ടീസ് ചെയ്യണം. അത് സത്യം പറഞ്ഞാൽ ഓരോ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ചില ആൾക്കാർക്ക് 10 ദിവസമാണ് റിസൾട്ട് കാണിക്കും, ചില ആൾക്കാർക്ക് 21 ഡേയ്സ് ആയിരിക്കും കാണിക്കുക, ചില ആൾക്കാർക്ക് 100 ഡേയ്സ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് എല്ലാ ആൾക്കാരും നമുക്ക് കോമൺലി പറയാൻ പറ്റുന്ന സംഭവം മിനിമം ഒരു 100 ഡേയ്സ് എങ്കിലും നിങ്ങളത് ചെയ്ത് നോക്കാം. ചില ആൾക്കാർ അതിന് മുമ്പേ എന്ത് കിട്ടും, റിസൾട്ട് കിട്ടും. ഒരു 100 ഡേയ്സ് കൊണ്ടൊക്കെ എന്തായാലും എല്ലാവർക്കും അതിന് റിസൾട്ട് കണ്ടുവരുന്നതാണ് പറയുന്നത്. പിന്നെ ചില ആൾക്കാർ ചോദിക്കും നമുക്ക് കിടന്നും കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റി ചോദിക്കുന്നുണ്ട്. ഞാൻ പറയില്ല, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ മൈൻഡിനെ റിലാക്സ് ആക്കുക എന്നുള്ളതാണ്. അതിന് കിടന്നിട്ടോ ഇരുന്നിട്ടോ എങ്ങനെയും നമുക്ക് ചെയ്യാം. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ റിലാക്സ്ഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ചെയ്താൽ മതി. ഇരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഈ കിടന്ന് കഴിച്ച് പ്രശ്നമില്ല. കിടന്ന് നമ്മൾ അധികം ഉറക്കത്തിലേക്ക് പോയിപ്പോൾ ഈ ഉറക്കവും മെഡിറ്റേഷനും സെയിം അല്ല കേട്ടോ. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ തീരെ നമ്മളെ മൈൻഡ് നമ്മൾ കൺട്രോളിൽ ഉണ്ടാവില്ല. മറ്റേ ചെറിയ രീതിയിൽ നമുക്ക് അങ്ങോട്ട് എന്ത് കൊടുക്കാൻ പറ്റും, ഐഡിയാസ് അഫർമേഷൻസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ കിടക്കും നമ്മൾ അറിയാണ്ട് ഉറക്കത്തിലേക്ക് പോയിപ്പോൾ അതാണ് എന്ത് പറഞ്ഞാൽ കിടക്കണ്ടെന്ന് എപ്പോഴും പറയാൻ കാരണം. ജസ്റ്റ് എപ്പോഴും നിങ്ങൾ നട്ടല് നിവർത്തിയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി മെഡിറ്റേഷനെ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻ്റലി, ഫിസിക്കലി, സ്പിരിച്വലി, സോഷ്യലി എല്ലാ രീതിയിലും നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് ആക്ച്വലി മെഡിറ്റേഷൻ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളെ മെൻ്റലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ, ആങ്സൈറ്റി കുറയ്ക്കാൻ, അതുപോലെ തന്നെ നമ്മളെ ഇമോഷണൽ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഒരുപാട് നമ്മൾ എന്താകുന്നുണ്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫിസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ലീപ്പ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം എന്താക്കും ഒന്ന് ബൂസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ ബ്ലഡ് പ്രഷർ എന്താകുന്നുണ്ട് കൺട്രോൾ ചെയ്യാനത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സ്പിരിച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്നർ പീസ്, അതായത് നമ്മളെ അകത്തുള്ളൊരു പീസ് ഉണ്ടല്ലോ, അത് സമാധാനം, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് ആക്ച്വലി മെഡിറ്റേഷൻ. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിലോ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഡെപ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രഷൻ, അത് ചില ആൾക്കാരുണ്ടല്ലോ നീ പറയുമ്പോൾ ചാടി കയറി ഷൗട്ട് ചെയ്യുന്നതിൽ ഒച്ച ഉണ്ടാക്കുന്ന കച്ചറുണ്ടാക്കുന്ന ആൾക്കാർ, അത് ഒരുപാട് ആൾക്കാർക്കുണ്ട്, നമ്മളുള്ള പല ആൾക്കാർക്കുണ്ടല്ലേ. ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് അഗ്രഷൻസും കാര്യങ്ങൾ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി, അതുപോലെ തന്നെ സോഷ്യലി ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഹാബിറ്റാണ് ആക്ച്വലി ഈ ഒരു മെഡിറ്റേഷൻ എന്നത്. അങ്ങനെ നമ്മളെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ഡെയിലി ഒരു 8 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി, നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതാണ് മെഡിറ്റേഷനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മെഡിറ്റേഷനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ്, നിങ്ങൾ വീഡിയോ കാണുന്ന ആ ഒരു ഡേറ്റ് താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു 21 ഡേയ്സ് മിനിമം നിങ്ങൾ ചെയ്തിട്ട് ഒന്നും കൂടി എന്താക്കുക ഈ കമൻറ്റിൻ്റെ താഴത്ത് വന്നിട്ട് പറയാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാതെ വരെ ബൈ.